നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. വലിയ നോമ്പാചരണത്തിന്റെ തുടക്കം കുറിച്ച് ക്രൈസ്തവർ വിഭൂതി തിരുനാൾ ആചരിച്ചു. കനകമര മാർത്തോമ തീർത്ഥാടന കേന്ദ്രത്തിലെ നോമ്പുകാല തീർത്ഥാടനത്തിനും തുടക്കമായി. മുപ്ലിയത്ത് അച്ഛനെയും മകനെയും കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികൾ അറസ്റ്റിൽ. പിടിയിലായത് പാറക്കുളം സ്വദേശികൾ. സംസ്ഥാനത്ത് SSLC രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കമായി. ബാപ്പുജി കൽക്കുഴി ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ കൽക്കുഴി ഗ്രൌണ്ടിൽ ലഹരി വിരുദ്ധ സദസ്സ് സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. വലിയ നോമ്പാചരണത്തിന്റെ തുടക്കം കുറിച്ച് ക്രൈസ്തവർ വിഭൂതി തിരുനാൾ ആചരിച്ചു. തിങ്കളാഴ്ച രാവിലെ ദേവാലയങ്ങളിൽ നടന്ന വിഭൂതി ദിനാചരണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. പുരോഹിതൻ വിശ്വാസികളുടെ നെറ്റിയിൽ കരിക്കുറി വരച്ച് നൽകുന്നതാണ് പ്രധാന ചടങ്ങ്. വലിയ നോമ്പിന്റെ ആരംഭമായ വിഭൂതി ദിനം മാനസാന്തരത്തിന്റെയും ജീവിത നവീകരണത്തിന്റെയും അവസരമായാണ് വിശ്വാസികൾ കാണുന്നത്. പശ്ചാത്താപത്തിന്റെ ബാഹ്യചിഹ്നമായാണ് വിഭൂതി ദിനത്തിൽ നെറ്റിയിൽ ചാരം പൂശുന്നത്. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫെറോന പള്ളിയിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ പോൾ തേക്കാനത്ത് മുഖ്യ കാർമ്മികനായി. ജില്ലയിലെ ഏക കുരിശുമുടി തീർത്ഥാടന കേന്ദ്രമായ കനകമല മാർത്തോമ തീർത്ഥാടന കേന്ദ്രത്തിലെ 86ാമത് നോമ്പുകാല തീർത്ഥാടനത്തിന് തുടക്കമായി. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് കനകമല ഇടവകയുടെ പ്രഥമ വികാരിയായിരുന്ന ഫാദർ ആന്റണി ചിറയത്തിന്റെ ഖബറിട സ്ഥിതി ചെയ്യുന്ന തൃശൂർ അതിരൂപതയിലെ ചിറ്റിലപ്പള്ളി സെന്റ് റീത്ത പള്ളിയിൽ നിന്ന് വികാരി ഫാദർ ജോളി ചിറമൽ തെളിയിച്ച ദീപശിഖ പുറപ്പെട്ടു. മുക്കാട്ടുകര, കൊടകര, വല്ലപ്പാടി എന്നീ ഇടവക ദേവാലയങ്ങളിൽ ദീപപ്രയാണത്തിന് സ്വീകരണം നൽകി. വൈകുന്നേരം കനകമല അടിവാരത്തുള്ള സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ എത്തിച്ചേർന്ന ദീപശിഖ ഇരിങ്ങാലക്കുട രൂപത മെത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ ഏറ്റുവാങ്ങി ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചു. തുടർന്ന് നോമ്പുകാല തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ച് ബിഷപ്പ് തിരിതെളിയിച്ചു. തീർത്ഥാടന കേന്ദ്രം ഡയറക്ടർ ഫാദർ മനോജ് മേക്കാടത്ത്, സഹവികാരി ഫാദർ റൈസൻ തട്ടിൽ, ജനറൽ കൺവീനർ തോമസ് കുറ്റിക്കാടൻ, കൈക്കാരന്മാരായ ജോസ് വെട്ടുമണിക്കൽ, ജോസ് കറുകുറ്റിക്കാരൻ, ജോജു ചുള്ളി, ജോയി കളത്തിങ്കൽ, PRO ഷോജൻ ഡി വിധേയത്തിൽ, ദീപശിഖ കൺവീനർ ബിജു കുയിലാടൻ, കേന്ദ്ര സമിതി പ്രസിഡന്റ് ജോയ് കുയിലാടൻ എന്നിവർ നേതൃത്വം നൽകി. ഏപ്രിൽ 27 വരെയാണ് തീർത്ഥാടനം. മുപ്ലിയത്ത് അച്ഛനെയും മകനെയും കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികൾ അറസ്റ്റിൽ. പാറക്കുളം സ്വദേശികളായ അപ്പാട്ട് വീട്ടിൽ 49 വയസ്സുള്ള ശ്രീജിത്ത്, എരുമക്കാടൻ വീട്ടിൽ രാജു എന്ന് വിളിക്കുന്ന 40 വയസ്സുള്ള രാജേഷ് എന്നിവരെയാണ് വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. മാർച്ച് 1-നാണ് കേസിനാസ്പദമായ സംഭവം. മുപ്ലിയത്തുള്ള ആന്റണിയുടെ വീട്ടിലേക്ക് പ്രതികൾ അതിക്രമിച്ച് കയറിയത് ആന്റണിയുടെ ബന്ധുക്കളായ വെള്ളിക്കുളങ്ങര കടമ്പോട് അയ്യക്കാരൻ വീട്ടിൽ സേവ്യറിന്റെ മകൻ അരുണും ചോദ്യം ചെയ്തിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിൽ പ്രതികൾ അച്ഛനെയും മകനെയും മർദ്ദിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചുവെന്നാണ് പോലീസ് പറയുന്നത്. ശ്രീജിത്തിന് വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ 2020 വീട് കയറി ആക്രമിച്ചതിനുള്ള കേസും രാജേഷിന് 2024 ഒരു അടിപിടി കേസുമുണ്ട്. വരന്തരപ്പള്ളി SHO KN മനോജ്, സബ് ഇൻസ്പെക്ടർ അശോക് കുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ മുരുകദാസ്, ജോഫിൻ ജോണി എന്നിവരാണ് അറസ്റ്റ് ചെയ്ത പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. സംസ്ഥാനത്ത് SSLC രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കമായി. 4,27,021 കുട്ടികളാണ് ഇത്തവണ SSLC എഴുതുന്നത്. രാവിലെ SSLC പരീക്ഷയും ഉച്ചയ്ക്ക് ശേഷം ഹയർ സെക്കൻഡറി പരീക്ഷയും നടന്നു. ആകെ 2,980 കേന്ദ്രങ്ങളിലായി ഇന്ന് കുട്ടികൾ SSLC പരീക്ഷ എഴുതുന്നു. രാവിലെ 9:30-ക്കായിരുന്നു SSLC പരീക്ഷ. 1:30-ന് രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയും. SSLC +2 പരീക്ഷകൾ 26-ന് അവസാനിക്കും. 6-ാം തീയതി ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷകൾ തുടങ്ങും. 29-ന് അവസാനിക്കും. ബാപ്പുജി കൽക്കുഴി ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ കൽക്കുഴി ഗ്രൌണ്ടിൽ ലഹരി വിരുദ്ധ സദസ്സ് സംഘടിപ്പിച്ചു. വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ആക്ഷൻ കൌൺസിൽ ചെയർമാൻ CK ഗോപാലൻ അധ്യക്ഷനായി. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ PM ജദീർ ക്ലാസ് എടുത്തു.
ഫോറസ്റ്റ് ഓഫീസർ ശരത് മോഹൻ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഇഞ്ചക്കുണ്ട ലൂർദ് മാതാ ചർച്ച് വികാരി ഫാദർ സെബിൻ എടട്ടുകാരൻ ലഹരിവിരുദ്ധ ജ്വാല തെളിയിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ റോസലി തോമസ്, ഔസേപ്പ് ചെലടായി, MP ജോഷി, ബിനോയ് ഞെരിഞ്ഞാമ്പിള്ളി, സലീഷ് ഖരോടൻ, രാജു ഞെരിഞ്ഞാമ്പിള്ളി, CM അഭിജിത്ത് എന്നിവർ പ്രസംഗിച്ചു. പ്രായത്തിലുള്ള കുട്ടികളെ കാണിച്ചുകൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് LP-യിൽ പഠിക്കുന്ന വിദ്യാർത്ഥികള് വാട്ട് ദേ സീ, അവര് എന്താണ് കാണുന്നത്, വാട്ട് ദേ സീ കാര്യങ്ങളാണ് കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് വലിയ പ്രശ്നമാണ്, ചെറിയ പ്രശ്നമല്ല. തുടക്കത്തിലെ ഈ ലഹരിയുടെ ഉപയോഗം കണ്ടെത്തുകയാണെങ്കിൽ നമുക്കത് ചികിത്സിച്ച് അത് മാറ്റാനായിട്ട് സാധിക്കും. നമ്മുടെ മക്കളെയും അതുപോലെ തന്നെ കൗമാരക്കാരെയും ഒക്കെ വഴിതെറ്റിക്കാതെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് നല്ലൊരു തീരുമാനമെടുത്തിട്ടാണ് മുന്നോട്ട് വന്നത്. ഇവർക്ക് ഈ ചെറുപ്പക്കാർ പല രീതിയിലുള്ള ജോലികളിലും മറ്റു കാര്യങ്ങളൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. പക്ഷെ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് അവർ ഈ പരിപാടിക്ക് വന്നത്. അപ്പം അതുകൊണ്ട് എൻ്റെ ദൗത്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളൊക്കെ ഇതിനോട് അനുബന്ധിച്ച രീതിയിൽ മീറ്റിംഗ് വിളിച്ച് എത്തിച്ചേർന്ന കുടുംബശ്രീ മെമ്പർമാർ, അതുപോലെ തന്നെ നല്ലവരെ നാട്ടുകാരെ, സുഹൃത്തുക്കളെ. ആമ്പല്ലൂർ PS നമ്പൂതിരി സ്മാരക വർക്കേഴ്സ് ലൈബ്രറിയും തൃശൂർ ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയും ചേർന്ന് സൗജന്യ തിമിര നിർണയ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് KB മനോഹരൻ അധ്യക്ഷത വഹിച്ചു. വട്ടനാത്ര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് CB സുരേഷ്, വായനശാല സെക്രട്ടറി SM റാഫി, KC മാധവൻ എന്നിവർ പ്രസംഗിച്ചു. അളഗപ്പ നഗർ പഞ്ചായത്തിലെ ക്ഷീര കർഷകർക്ക് ധാതു ലവണ മിശ്രിതം വിതരണം ചെയ്തു. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 108 ക്ഷീര കർഷകർക്ക് 1200 രൂപ വില വരുന്ന ധാതു ലവണ മിശ്രിതമാണ് സൗജന്യമായി വിതരണം ചെയ്തത്. അളഗപ്പനഗർ പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ പ്രിൻസി ഡേവിസ്, പഞ്ചായത്ത് അംഗങ്ങളായ സജന ഷിബു, അശ്വതി പ്രവീൺ, PS ദിനിൽ, ശൈലജ, വെറ്റിനറി ഡോക്ടർ ബീന എന്നിവർ പ്രസംഗിച്ചു. മാലിന്യ സംസ്കരണത്തിനായി അളഗപ്പ നഗർ പഞ്ചായത്തിലെ 334 കുടുംബങ്ങൾക്ക് ബയോബിൻ വിതരണം ചെയ്തു. അളഗപ്പ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ സജന ഷിബു, PS ദിനിൽ, ശൈലജ, പ്രിൻസി ഡേവിസ്, VEO ഷാജി എന്നിവർ പ്രസംഗിച്ചു. കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂണിയൻ സ്ഥാപക നേതാവും കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിന്റെ ചെയർമാനുമായിരുന്ന KV ജോസ് അനുസ്മരണവും യൂണിയൻ ഏരിയ സമ്മേളന സംഘാടക സമിതി രൂപീകരണ യോഗവും സംഘടിപ്പിച്ചു. CPIM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ അംഗം ഷീജ വത്സൻ അധ്യക്ഷത വഹിച്ചു. CITU കൊടകര ഏരിയ സെക്രട്ടറി PR പ്രസാദൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. PC ഉമേഷ്, MK അശോകൻ, KD അപ്പച്ചൻ, അൻവർ സാദിഖ്, AK ബാലൻ, PG ഷാജി, VN ഗിരീഷ് എന്നിവർ പ്രസംഗിച്ചു. മാർച്ച് 23-ന് കൊടകര പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ചേരുന്ന യൂണിയൻ ഏരിയ സമ്മേളനത്തിന്റെ വിജയത്തിന് 101 അംഗ കമ്മിറ്റിയെയും ഭാരവാഹികളായി PR പ്രസാദൻ ചെയർമാൻ, AK ബാലൻ കൺവീനർ, MK മോഹനൻ ട്രഷററായും തെരഞ്ഞെടുത്തു. നിർമ്മാണ തൊഴിലാളി യൂണിയൻ നേതാക്കളായ സഖാവ് AK ബാലൻ, ഷാജി, സഖാവ് ഗിരീഷ്, ഗിരീഷ്, സഖാവ് അപ്പച്ചൻ, പാർട്ടിന് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, സദസ്സിലുള്ള നേതാക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട തൊഴിലാളി സഖാക്കളെ. കോടാലി ഡ്രൈവേഴ്സ് വെൽഫെയർ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ജെൻഡർ സെമിനാറും കിടപ്പ് രോഗികൾക്ക് മെഡിക്കൽ കിറ്റ് വിതരണവും നടത്തി. പഞ്ചായത്ത് അംഗം KS ബിജു ഉദ്ഘാടനം ചെയ്തു. ADS പ്രസിഡന്റ് രാജിഷ സജീവൻ അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ ജില്ലാ ജെൻഡർ RP ശാലിനി ജോയ് മുഖ്യപ്രഭാഷണം നടത്തി. രജനി രാമൻ, ഷാജു കാവുകൽ, T ബാലകൃഷ്ണ മേനോൻ, ജയ ഉണ്ണികൃഷ്ണൻ, ശ്രീദേവി സുകുമാരൻ എന്നിവർ പ്രസംഗിച്ചു. വരന്തരപ്പള്ളി പഞ്ചായത്ത് ഇഞ്ചക്കുണ്ട് മുനിയാട്ടുകുന്നിലെ വിനയന്റെ കൃഷിയിടത്തിലെ പഴവർഗ്ഗങ്ങളുടെയും പച്ചക്കറികളുടെയും വൈവിധ്യം അത്ഭുതപ്പെടുത്തുന്നതാണ്. മലയോരത്തെ കൃഷിയിടത്തിൽ തട്ടുകളായി വളരുന്ന വിളകളിൽ കഠിനാധ്വാനത്തിന്റെ കയ്യൊപ്പ് കാണാം. 15 വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം 2019 നാട്ടിൽ തിരിച്ചെത്തിയ TP വിനയൻ
മുനിയാട്ടുകുന്നിലെ 14 ഏക്കറോളം സ്ഥലത്താണ് ജൈവ കൃഷി നടത്തുന്നത്. കൂടാതെ 20 ഏക്കർ പാട്ടഭൂമിയിലും ജൈവ പച്ചക്കറി കൃഷി നടത്തുന്നു. വിദേശിയടക്കം 400-ലധികം പഴവർഗ്ഗങ്ങൾ ഈ കൃഷിയിടത്തെ ഫലസമൃദ്ധമാക്കുന്നു. വൈവിധ്യമാർന്ന 1000 ഇനം പഴവർഗ്ഗങ്ങൾ കൃഷിയിടത്തിൽ എത്തിക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്ന് വിനയൻ പറഞ്ഞു. ഒരു ചക്കയിൽ നിന്ന് 5000 രൂപയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാമെന്ന് വിനയൻ പറയുമ്പോൾ നാം അത്ഭുതപ്പെടും. ചക്ക വരിക്കയായാലും പഴഞ്ചക്കയായാലും പഴുത്തതായാലും പച്ചയായാലും മൂത്തതായാലും മൂക്കാത്തതായാലും ഉൽപ്പന്നങ്ങൾ ഏറെ ഉണ്ടാക്കാം. ചക്കയുടെ ചുളയും കുരുവും ചകിണിയും മുള്ളും മടലും എന്തിനധികം മെലിഞ്ഞിൽ പോലും വിവിധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ അനുയോജ്യമാണ്. ചക്കയുടെ വിവിധ ഭാഗങ്ങൾ ഉപയോഗിച്ചുള്ള മിക്സ്ചർ, പൾപ്പ്, ജാം, കാപ്പി, ചക്കക്കുരു കൊണ്ടുള്ള അവലൂസ് പൊടി, ചമ്മന്തിപ്പൊടി, ചക്കയുടെ വിവിധ ഭാഗങ്ങൾ ഉപയോഗിച്ചുള്ള അച്ചാർ, ന്യൂട്രിമിക്സ് എന്നിങ്ങനെ ഇനങ്ങളുടെ നിര നീളുന്നു. നാട്ടിലെത്തി കൃഷിയിലേക്ക് ഇറങ്ങും മുൻപ് ഒരു വർഷം മുഴുവൻ കൃഷിയെക്കുറിച്ച് പഠിച്ചു. സംസ്ഥാനത്തെ വിവിധ കർഷകരെ കണ്ട് അവരുടെ കൃഷിയിടങ്ങൾ നേരിൽ സന്ദർശിച്ച് പരിശീലനം നടത്തി. സെമിനാറുകളിലും ക്ലാസുകളിലും നിരന്തരം പങ്കെടുത്ത ശേഷമാണ് വിനയനും ഭാര്യ വിജിതയും കൃഷിയിലേക്ക് ഇറങ്ങിയത്. നഷ്ടത്തിന്റെ കഥകളാണ് അധികവും കേട്ടത്. എങ്കിലും അതിനുള്ള പരിഹാരം കണ്ടെത്തുക എന്നതായിരുന്നു വിനയന്റെ ലക്ഷ്യം. പാരമ്പര്യ കർഷകനല്ലെങ്കിലും ലക്ഷ്യബോധവും കഠിനാധ്വാനവും പുത്തൻ ആശയങ്ങളും സമന്വയിപ്പിച്ച് വിനയൻ തന്റെ പരിശ്രമം വിജയത്തിൽ എത്തിക്കുകയായിരുന്നു. പക്ഷെ ഞാനത് മനസ്സിലാക്കി, അവരുടെ നഷ്ടങ്ങൾ എന്താണെന്നും അതെങ്ങനെ നമുക്ക് പരിഹരിക്കാമെന്നും ഞാൻ മനസ്സിലാക്കി. ഞാൻ അതിലേക്ക് ഇറങ്ങി. അതെനിക്ക് 100% വിജയം തന്നെ പറയാം. അതിപ്പോൾ ഇന്ന് നമ്മളുടെ 2024 മികച്ച ജൈവ കർഷകനുള്ള അക്ഷയശ്രീ അവാർഡിന് അർഹനായി. അത് മാർച്ച് 9 ആലപ്പുഴ വെച്ചിട്ടാണ്. അപ്പോൾ അതിൽ പലരും ഇവിടെ സ്കൂൾ കുട്ടികൾ ഇപ്പോൾ 2 പ്രാവശ്യമായിട്ട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സ്റ്റഡി ടൂറിന് വന്നായിരുന്നു കുട്ടികൾ. അവർക്കും പറയാനുണ്ടായത് നമുക്കൊരു 10 തോട്ടത്തിൽ പോയി കിട്ടുന്ന എക്സ്പീരിയൻസ് അതിൽ കൂടുതൽ നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. നമ്മൾ ഓരോ കാര്യങ്ങളും ഞാനും വൈഫും അതേപോലെ എൻ്റെ കുട്ടികളും കൃത്യമായിട്ട് ഇതിൽ ശ്രദ്ധിച്ച് ചെയ്യുന്നത് കൊണ്ട് കൃഷി ഒരിക്കലും നഷ്ടമല്ല എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. പിന്നെ നമ്മളുടെ വിഷരഹിതമായ പഴപ്പച്ചക്കറികൾ അത് വാങ്ങാൻ ഒത്തിരി പേര് ഉണ്ട്. കൂടുതലും നമ്മളുടെ ഇന്ന് വാങ്ങുന്ന ഡോക്ടേഴ്സാണ്. അവർ സ്ഥിരമായിട്ട് അവരിങ്ങനെയും കൂടി പറയും, ഇന്ന് ഇന്നത് വേണമെന്നൊന്നും നിർബന്ധമില്ല, ഇവിടുത്തെ എന്താണ് വിളവെടുക്കുന്നത് അത് മതിയെന്ന്. കാരണം അതെല്ലാം വിഷരഹിതമാണ്. അത് നമുക്ക് കൊടുക്കുന്നതിലും വലിയ സന്തോഷമുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഇനിയിപ്പോൾ പഠിക്കാനായിട്ട് ഈ MG യൂണിവേഴ്സിറ്റി കോട്ടയത്ത് എനിക്കും വൈഫിനും അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് ഓർഗാനിക് ഫാമിങ്ങിനെ കുറിച്ച്. അപ്പോൾ അതും നല്ലൊരു അവസരമായി. ഈ പറയുന്ന അവാർഡ് എന്ന് പറഞ്ഞ വലിയൊരു ഉത്തരവാദിത്തമാണ്. അത് ഞാൻ കൂടുതൽ പഠിച്ച് നമ്മുടെ സമൂഹത്തിലേക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്തി കൊണ്ടുവരാം എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ ഒരു തീരുമാനം. അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കാർഷിക വിദ്യാർത്ഥികൾക്കടക്കം ഈ കൃഷിയിടം പാഠഭേദമാണ്. അർഹതയ്ക്കുള്ള അംഗീകാരമായി മികച്ച ജൈവ കർഷകനുള്ള അക്ഷയശ്രീ ജില്ലാതല പുരസ്കാരം വിനയനെ തേടിയെത്തി. ഈ മാസം 9 എറണാകുളത്ത് നടക്കുന്ന ചടങ്ങിൽ അവാർഡ് ഏറ്റുവാങ്ങും. ആട്, കരിങ്കോഴി, പശു എന്നിവയും മത്സ്യകൃഷിയും വിനയന്റെ കൃഷിയിടത്തിൽ കാണാൻ കഴിയും. മക്കളായ പ്രജ്വൽ, പ്രജിപ്പ എന്നിവരും അച്ഛനും അമ്മയ്ക്കുമൊപ്പം കൃഷിയെ നെഞ്ചോട് ചേർക്കുന്നു. വിഷരഹിത പച്ചക്കറി എന്ന ആശയത്തോടെ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുകയും കൂടുതൽ പേരെ കൃഷിയിലേക്ക് ഇറങ്ങാൻ പ്രേരിപ്പിക്കുകയും വിപണിയെ അറിഞ്ഞ് കൃഷി ലാഭകരമാക്കുകയും അങ്ങനെ പുതുതലമുറയുടെ കാർഷിക പ്രതിനിധിയാവുകയുമാണ് ഈ യുവ കർഷകൻ. ലക്ഷ്യബോധവും കഠിനാധ്വാനവും കൈമുതലാക്കി വിനയൻ എന്ന കർഷകൻ തന്റെ കൃഷിയിടത്തിൽ വിളയിച്ചെടുക്കുന്നത് വിസ്മയങ്ങളുടെ 100 മേനിയാണ്. നീണ്ടകാലത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിലെത്തി കൃഷിയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ പ്രതിസന്ധികൾ ഒരുപാടുണ്ടായിരുന്നു മുന്നിൽ. എന്നാൽ ഇന്ന് നല്ലത് മാത്രം കഴിക്കാനും ആരോഗ്യത്തോടെ ജീവിക്കാനും ഒരു തലമുറയെ പ്രാപ്തരാക്കുകയാണ് തന്റെ കൃഷിയിടത്തിലൂടെ ഈ കർഷകൻ. അല്ലെങ്കിൽ കർഷകർക്ക് പാഠഭേദമാകുകയാണ് വിനയൻ എന്ന ഈ കർഷകൻ.
അതിന് അംഗീകാരമായി പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തിയിരിക്കുന്നു. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. മാർച്ച് 4-5 തീയതികളിൽ ന്യൂഡൽഹിയിലെ വിഗ്യാൻ ഭവനിൽ നടക്കുന്ന ദേശീയ വനിതാ സെമിനാറിൽ തൃശൂർ ജില്ലയെ പ്രതിനിധീകരിച്ച് മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി പങ്കെടുക്കും. സംസ്ഥാനത്തെ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വനിതാ ജനപ്രതിനിധികളെയാണ് സെമിനാറിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. സ്ത്രീ ശാക്തീകരണ രംഗത്ത് പഞ്ചായത്ത് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അശ്വതി വിബി സെമിനാറിൽ അവതരിപ്പിക്കും. നേരത്തെ ന്യൂഡൽഹിയിൽ നടന്ന അന്താരാഷ്ട്ര വാട്ടർ സമ്മിറ്റിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് അശ്വതി വിബി പങ്കെടുത്തിരുന്നു. ബീഹാറിൽ നടന്ന ദേശീയ സെമിനാറിലും കേരളത്തിൽ നിന്നുള്ള 3 പഞ്ചായത്ത് പ്രസിഡന്റുമാരിൽ ഒരാളായി അശ്വതി വിഷയാവതരണം നടത്തിയിരുന്നു. ചെമ്പൂച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പൂരം കാവടി മഹോത്സവം മാർച്ച് 7 ആഘോഷിക്കും. ഉത്സവ ദിനത്തിൽ വെളുപ്പിന് 3 നിർമ്മാല്യ ദർശനം, 4 മഹാഗണപതി ഹോമം, രാവിലെ 6 പ്രഭാത പൂജ, കലശാഭിഷേകം, 9 മുതൽ 11 വരെ പൂരം എഴുന്നള്ളിപ്പ്, 11:10 മുതൽ കാവടിയാട്ടം, 11:30 മുതൽ 1:30 വരെ കാവടി കൂടിയാട്ടം എന്നിവയും ഉണ്ടായിരിക്കും. ഉച്ചതിരിഞ്ഞ് 4:30 മുതൽ 7 മണിവരെ കാഴ്ചശീവേലി, 5:30 മുതൽ 6:30 വരെ കുടമാറ്റവും തുടർന്ന് വിവിധ ദേശക്കാരുടെ നാദസ്വര കച്ചേരിയും ആകാശവിസ്മയവും ഉണ്ടായിരിക്കും. ഉത്സവത്തോടനുബന്ധിച്ച് ചൊവ്വാഴ്ച വൈകിട്ട് കലാപരിപാടികളും ബുധനാഴ്ച വൈകിട്ട് യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ സമയ കലാഭവൻ കൊറ്റനല്ലൂർ അവതരിപ്പിക്കുന്ന നാടൻ പാട്ടുകളും അരങ്ങേറും. ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്ര പരിസരത്ത് കാർണിവൽ ഉണ്ടായിരിക്കും. 18 കാവുകളിൽ പ്രസിദ്ധമായ പുതുക്കാട് കുറുമാലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി വേല മഹോത്സവം മാർച്ച് 4 നടത്തും. കുംഭഭരണി മഹോത്സവ ദിനത്തിൽ രാവിലെ 6 VK പത്മനാഭൻ അവതരിപ്പിക്കുന്ന ദേവി മാഹാത്മ്യ പാരായണം, 7 പൂക്കോട് കീനൂരപ്പൻ ഭജന സംഘത്തിന്റെ ഭജനാർച്ചന, രാവിലെ 9 ശ്രീഭൂതബലി, ശീവേലി എഴുന്നള്ളിപ്പ്, പെരുവനം കുട്ടന്മാരുടെ പ്രാമാണികത്വത്തിൽ 50-ൽ പരം കലാകാരന്മാർ പങ്കെടുക്കുന്ന പഞ്ചാരിമേളം, 10:30 പ്രസാദകൂട്ട്, ഉച്ചതിരിഞ്ഞ് 3:30 പുറത്തേക്ക് എഴുന്നള്ളിപ്പ്, കാഴ്ച ശിവേലി, കുനിശ്ശേരി അനിയന്മാരാരും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചവാദ്യം, വൈകിട്ട് 6 നന്ദിക്കര മുല്ലയ്ക്കൽ പറയന്റെ പന്തൽവരവ്, തുടർന്ന് വിവിധ സമുദായക്കാരുടെ വേലകളിവരവ്, വൈകിട്ട് 6:30 ചുറ്റുവിളക്ക്, നിറമാല, ദീപാരാധന, 7 തായമ്പക, 8 നാടൻപാട്ടും നാടൻ കലാരൂപങ്ങളും അണിനിരക്കുന്ന ദൈവമക്കൾ പരിപാടി, രാത്രി 12:30 പുറത്തേക്ക് എഴുന്നള്ളിപ്പ്, പഞ്ചവാദ്യം. മാർച്ച് 5 പുലർച്ചെ 3:30 കൂട്ടി എഴുന്നള്ളിപ്പ്, പുലർച്ചെ 3:45 പാണ്ടിമേളം, 5:30 സമാപനം എന്നിവയാണ് പരിപാടികൾ. കോടാലി മുരുക്കുങ്ങൽ പെരുമ്പിള്ളിച്ചിറ നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ കർമ്മം നടത്തി. ക്ഷേത്രം തന്ത്രിയും മുൻ ശബരിമല മേൽശാന്തിയുമായ അഴകത്ത് മനക്കൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, കുഴിയേലി നഗർണ മനക്കൽ ശ്രീകണ്ഠൻ നമ്പൂതിരി, മംഗലത്ത് അഴകത്ത് മനക്കൽ വിഷ്ണു നമ്പൂതിരി എന്നിവർ പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നിത്യപൂജ, പ്രാർത്ഥന, ദക്ഷിണ, അന്നദാനം, വൈകിട്ട് ദീപാരാധന, ശിങ്കാരിമേളം എന്നിവയുണ്ടായി. ക്ഷേത്രസമിതി ഭാരവാഹികളായ അജിത് കുമാർ കുർവത്ത്, സെക്രട്ടറി ഗിരിജ സദാനന്ദൻ, ട്രഷറർ OV പ്രകാശൻ എന്നിവർ നേതൃത്വം നൽകി. പുതുക്കാട് വള്ളിക്കുന്നത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വിദ്യാഗോപാല മന്ത്രാർച്ചനയും ഗണപതി ഹോമവും വിശേഷാൽ പൂജകളും നടത്തി. ക്ഷേത്രം തന്ത്രി അമ്പഴപ്പിള്ളി ശ്രീകുമാരൻ ഭട്ടതിരിപ്പാടും ക്ഷേത്രം മേൽശാന്തി കുറുങ്കാട് മനോജ് നമ്പൂതിരിപ്പാടും മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് G രവീന്ദ്രൻ, സെക്രട്ടറി ഹരിദാസ് തെക്കൂട്ട് എന്നിവർ നേതൃത്വം നൽകി. NSS പുതുക്കാട് വടക്കേത്തുറവ് കരയോഗം വാർഷിക പൊതുയോഗം NSS പ്രതിനിധി സഭാംഗം R ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് KG മുരളീധരൻ അധ്യക്ഷനായി. യോഗത്തിൽ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി N മോഹനനെയും സെക്രട്ടറിയായി KC വിജയരാഘവനെയും ട്രഷററായി PA മോഹനനെയും വൈസ് പ്രസിഡന്റായി P ശിവകുമാറിനെയും ജോയിന്റ് സെക്രട്ടറിയായി P സജിത്തിനെയുമാണ് തിരഞ്ഞെടുത്തത്. ഇനി കാണാം ഇൻഫോടോക്ക്. പണത്തിന് അടിയന്തരമായി ആവശ്യം വരുമ്പോൾ ഭൂരിഭാഗം ആളുകളും വ്യക്തിഗത വായ്പയെ ആശ്രയിക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും വ്യക്തിഗത വായ്പ അപേക്ഷ ബാങ്കുകൾ നിരസിക്കാറുണ്ട്. അതിനാൽ അപേക്ഷ നൽകുമ്പോൾ ശ്രദ്ധ വേണം. വായ്പ എടുക്കുന്നവർ അപേക്ഷിക്കുമ്പോൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. വ്യക്തിഗത വായ്പയ്ക്ക് അപേക്ഷിക്കുമ്പോൾ വായ്പ എടുക്കുന്നവർ ചെയ്യുന്ന ഒരു പ്രധാന തെറ്റ് അവരവരുടെ ക്രെഡിറ്റ് സ്കോർ പരിശോധിക്കാതിരിക്കുന്നതാണ്. ക്രെഡിറ്റ് സ്കോർ ഒരു വ്യക്തിയുടെ സാമ്പത്തിക സ്ഥിതിയുടെ അളവുകോലാണ്. അതിനാൽ വായ്പ ലഭ്യമാകാനുള്ള സാധ്യതകൾ മനസ്സിലാക്കാൻ ക്രെഡിറ്റ് സ്കോർ വിലയിരുത്തേണ്ടത് പ്രധാനമാണ്. ഒരു വ്യക്തിഗത വായ്പയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുൻപ് ബാങ്കുകൾ, പലിശ നിരക്കുകൾ, വായ്പാ സംബന്ധമായ ഫീസുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്.
നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസൃതമായ വായ്പാ തുക ലഭിക്കുന്നതിനായി എപ്പോഴും മികച്ച ഡീലിനായി നോക്കുകയും പലിശ നിരക്കുകൾ, ഫീസ്, ലോൺ നിബന്ധനകളും വ്യവസ്ഥകളും എന്നിവ താരതമ്യം ചെയ്യുകയും വേണം. ലോൺ നിബന്ധനകളും വ്യവസ്ഥകളും വായിച്ചു മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ്. വായ്പയ്ക്ക് അപേക്ഷിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക വിവരങ്ങൾ ഒളിച്ചുവെക്കുന്നതും പറയാൻ മടിക്കുന്നതും വായ്പ എടുക്കുന്നവർ ഒഴിവാക്കേണ്ട ഒരു തെറ്റാണ്. നിലവിലുള്ള ഏതെങ്കിലും ലോണുകളെക്കുറിച്ചോ EMI-കളെക്കുറിച്ചോ വായ്പാദാതാവ് അറിഞ്ഞിരിക്കണം. വായ്പ എടുക്കും മുൻപ് തുക നിർണ്ണയിക്കേണ്ടത് പ്രധാനമാണ്. ആവശ്യമുള്ളതിനേക്കാൾ ഉയർന്ന തുക ഒരിക്കലും എടുക്കരുത്. വായ്പ അപേക്ഷിക്കുന്നതിന് മുൻപ് EMI-കളെക്കുറിച്ചും പ്രതിമാസ ബജറ്റിനെക്കുറിച്ചും പ്ലാൻ ചെയ്യുക. കാലാവസ്ഥ. കൂടിയ ചൂട് 35 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 26 ഡിഗ്രി സെൽഷ്യസ്. ജില്ലയിലെ സർക്കാർ സ്ഥാപനത്തിൽ സൈക്യാട്രിക് സോഷ്യൽ വർക്കർ തസ്തികയിൽ അപേക്ഷ ക്ഷണിച്ചു. ശമ്പളം 32,560 രൂപ. മെഡിക്കൽ സൈക്യാട്രിയിൽ MPhil ബിരുദമുള്ള 18-നും 41-നും ഇടയിൽ പ്രായമുള്ളവർ മാർച്ച് 6-ന് മുൻപായി അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ബന്ധപ്പെട്ട പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നേരിട്ട് ഹാജരാകണം. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7,945 രൂപ, പവന് 63,560 രൂപ. ചെങ്ങാലൂർ സ്നേഹപുരം വടക്കൂട്ട് കുഞ്ഞുകുട്ടൻ അന്തരിച്ചു. 66 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. തനൂജയാണ് ഭാര്യ. വരാക്കര കാളക്കല്ല് പരേതനായ കൊഴുക്കുള്ളി വർഗീസ് ഭാര്യ ഓമന അന്തരിച്ചു. 64 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ജോജു, സിജു, ജിജോ എന്നിവർ മക്കളും ടിൻസി മരുമകളുമാണ്. വരാക്കര കാഞ്ഞിരത്തിങ്കൽ പരേതനായ തങ്കപ്പൻ ഭാര്യ കമലാക്ഷി അന്തരിച്ചു. 72 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് വടൂക്കര ശ്മശാനത്തിൽ. ബബിത, സബിത, ബദീഷ് എന്നിവർ മക്കളും അരുൺ, ഉണ്ണികൃഷ്ണൻ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വലിയ നോമ്പാചരണത്തിന്റെ തുടക്കം കുറിച്ച് ക്രൈസ്തവർ വിഭൂതി തിരുനാൾ ആചരിച്ചു. കനകമര മാർത്തോമ തീർത്ഥാടന കേന്ദ്രത്തിലെ നോമ്പുകാല തീർത്ഥാടനത്തിനും തുടക്കമായി. മുപ്ലിയത്ത് അച്ഛനെയും മകനെയും കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികൾ അറസ്റ്റിൽ. പിടിയിലായത് പാറക്കുളം സ്വദേശികൾ. സംസ്ഥാനത്ത് SSLC 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കമായി. ബാപ്പുജി കൽക്കുഴി ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ കൽക്കുഴി ഗ്രൌണ്ടിൽ ലഹരി വിരുദ്ധ സദസ്സ് സംഘടിപ്പിച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.